എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ SSLC പരീക്ഷ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? അതായത് ഈസി ആയിരുന്നോ അല്ലെങ്കിൽ ടഫായിരുന്നോ? നിങ്ങൾ പ്രതീക്ഷിച്ച എസ്സേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അതുപോലെ വന്ന എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന പരീക്ഷ 11-ാം തീയതിയാണ്. അപ്പോൾ 11-ാം തീയതി രാവിലെ 9 മണി മുതൽ, അതായത് 11-ാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് എക്സാമിനേഷൻ. 80 മാർക്കിൻ്റെയാണ് ആ ഒരു എക്സാം ഉണ്ടാവുക. ഗണിതശാസ്ത്രമാണ് എക്സാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് പാസ് വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി വിദ്യാർത്ഥികൾ ഒരു എ ഗ്രേഡോ അല്ലെങ്കിൽ A+ഓ അല്ലെങ്കിൽ B+ഓ നേടുന്ന രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വിദ്യാർത്ഥികൾക്ക് ഇനി ദിവസങ്ങളുടെ, അതായത് വ്യാഴം, വെള്ളി, അതുപോലെ തന്നെ ശനി, ഞായർ, അതായത് ടോട്ടൽ 4 ദിവസമുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക്, അതായത് ഗണിതശാസ്ത്രം പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അറിയില്ലെങ്കിലും അറിഞ്ഞാലും നിങ്ങൾ അത് ഒരു തവണയെങ്കിലും എഴുതിയിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു, അതായത് മാത്സ്, അതായത് ഗണിതശാസ്ത്രം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സമാന്തര ശ്രേണിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് +1 പ്രവേശന സമയത്ത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ സ്കൂളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട് സഹായിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് പാസ്സാവുക എന്നുള്ളതിൽ ഉപരി, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് 5-ഓ 10ഓ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ CE മാർക്ക് ഫുള്ള് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. പക്ഷെങ്കിൽ CE ഫുള്ള് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് മാർക്ക് കൂടുതൽ വാങ്ങിക്കണം. അതുപോലെ തന്നെ ജസ്റ്റ് ആ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് D+ ഗ്രേഡ് ലഭിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള മാർക്കാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ D+ ഗ്രേഡ് വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി നിങ്ങളൊരു A ഗ്രേഡോ അല്ലെങ്കിൽ A+ഓ വാങ്ങുന്ന രീതിയിൽ മാർക്ക് പഠിച്ചിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളോട് പറയാനുള്ള കാരണം, ജസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് നിങ്ങളൊരു D+ ലഭിച്ച് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിച്ചു, അതായത് SSLC ജയിച്ചു എന്ന് പറയാം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആ ഒരു മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം കുറവ് മാർക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ +1 അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു സയൻസോ, അതായത് ബയോളജി സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു SSLC കഴിഞ്ഞ ശേഷം, അതായത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ പഠിക്കാതെ ഇരിക്കും. പക്ഷെങ്കിൽ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ റിസൾട്ട് വന്ന ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മാർക്കൊക്കെ നോക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആ ഒരു സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചിന്തിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു മാത്സ്, അതായത് ഗണിതശാസ്ത്രം പഠിക്കാനായിട്ട് 4 ദിവസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു B+ഓ അല്ലെങ്കിൽ Aയോ അല്ലെങ്കിൽ A+ഓ നേടുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് പാസ്സാവണം എന്നുള്ള രീതിയിൽ പഠിക്കരുത്. നിങ്ങളൊരു A+ കിട്ടുന്ന രീതിയിലെങ്കിലും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു B+ഓ അല്ലെങ്കിൽ A ഗ്രേഡോ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളാണ്, അതായത് A+ ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ ഗ്രേഡ് പറഞ്ഞു തരുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഗ്രേഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനുള്ള മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷ, അതായത് TE മാർക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങൾ ചെയ്യുന്ന ക്ലാസ്സിൽ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം, അതുപോലെ തന്നെ നിങ്ങൾ ഓരോ അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോഴുള്ള നിങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതി, അതായത് നിങ്ങൾ ചെയ്ത് നൽകാറുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ പരീക്ഷയിലും ലഭിക്കുന്ന, അതായത് മുമ്പ് നിങ്ങൾക്ക് ഓരോ പരീക്ഷയിലും ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്കുകൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, അതൊക്കെ അനുസരിച്ച് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന മാർക്കാണ് CE മാർക്ക്. സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ മാർക്ക് നൽകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 1-2 മാർക്ക് കുറക്കും, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് ഇവ കൂടിയിട്ട് ടോട്ടൽ നിങ്ങൾക്ക് ആ ഒരു 100 മാർക്കാണെങ്കിൽ 100-ൽ 30 മുതൽ 39 മാർക്ക് വരെയോ അല്ലെങ്കിൽ
30 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 15 മാർക്ക് മുതൽ 19 മാർക്ക് വരെയോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലാണ് D+ ഗ്രേഡ് ലഭിക്കുക. ജസ്റ്റ് പാസ്സാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് D+ ഗ്രേഡ് നേടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഒരു Aയോ അല്ലെങ്കിൽ A+ അല്ലെങ്കിൽ ഒരു B+ നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു TE+CE, അതായത് TE മാർക്കും CE മാർക്കും മാത്രമേ ചില സബ്ജക്റ്റുകൾക്ക് ഉണ്ടാവുള്ളൂ. IT മാത്രമാണ് പ്രാക്ടിക്കൽ ഉള്ളത്. അപ്പോൾ പല സബ്ജക്റ്റുകളുടെ മാർക്ക് ഈ ഒരു രീതിയിൽ TE, അതായത് എഴുത്തു പരീക്ഷയിലും അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന CE മാർക്കും കൂട്ടിയിട്ടാണ് ജയിക്കാനുള്ള മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 100-ൽ 30 മുതൽ 39 മാർക്ക് വരെയും അതുപോലെ 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ CE ഉൾപ്പെടെ 50 മാർക്കിൽ നിങ്ങൾക്ക് 15 മുതൽ 19 മാർക്ക് വരെയുമാണ് ജസ്റ്റ് പാസ്സാനായിട്ട് D+നായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഗ്രേഡ് ലഭിക്കാനായിട്ട്, അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണ് ഗ്രേഡ് എന്നുള്ളത് നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു A+ന് എത്ര മാർക്ക് വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വിഷയത്തിന്, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 മാർക്ക് CE മാർക്കാണ്. അപ്പോൾ ടോട്ടൽ 100-ലാണ് മാർക്ക് വരിക. അപ്പോൾ ഈ ഒരു 100 മാർക്കിൽ നിങ്ങൾക്ക് 100 മുതൽ, അതായത് 90 മുതൽ 100 വരെ ലഭിക്കുകയാണെങ്കിൽ A+ ഗ്രേഡും, അതുപോലെ തന്നെ 80 മുതൽ 89 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ A ഗ്രേഡും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 70 മുതൽ 79 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ B+ ഗ്രേഡും, 60 മുതൽ 69 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ B ഗ്രേഡും, അതുപോലെ 50 മുതൽ 59 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ C+ഉം, അതുപോലെ തന്നെ 40 മുതൽ 49 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ C ഗ്രേഡും, അതുപോലെ 30 മുതൽ 39 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ D+ ഗ്രേഡും, അതുപോലെ തന്നെ അതിന് താഴോട്ട് DE, അതായത് 20 മുതൽ 29 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ D ഗ്രേഡും, അതുപോലെ തന്നെ ഈ ഒരു 20-ന് താഴെ E ഗ്രേഡുമാണ് ലഭിക്കുക. ജസ്റ്റ് പാസിന് D+ ഗ്രേഡ് വേണം. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുക, D+ നേടുക എന്നുള്ളതല്ല ലക്ഷ്യം. ഒരു B+ അല്ലെങ്കിൽ Aയോ A+ നേടുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നിങ്ങളുടെ മാർക്ക്, അതായത് നിങ്ങൾക്കൊരു നിശ്ചിത മാർക്ക് ലഭിക്കുന്നു, അതായത് എത്ര മാർക്കാണോ ലഭിക്കുന്നത് ആ ഒരു മാർക്കിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് A+ ആണോ അല്ലെങ്കിൽ A ഗ്രേഡ് ആണോ ലഭിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ നോക്കേണ്ടത്, നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആദ്യം നോക്കാം. 80 മാർക്കിൽ 20 മാർക്ക് CE മാർക്കാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 80 മാർക്കിൽ 40 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ആ ഒരു എഴുത്ത് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് 20 മാർക്ക് ഈ ഒരു എഴുത്ത് പരീക്ഷ, അതായത് CE മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു CE മാർക്ക് ലഭിക്കുന്ന സമയത്ത് ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു 40ഉം 20ഉം 60 മാർക്കായി. അപ്പോൾ ഈ ഒരു 60 മാർക്കിനെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു 60 മാർക്ക് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. അതായത് ഈ ഒരു 60 മുതൽ 69 മാർക്ക് വരെ നിങ്ങൾക്ക് B ഗ്രേഡാണ് ലഭിക്കുക. ഇനി ഒരു വിദ്യാർത്ഥിക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് 60 മാർക്കാണ്. പക്ഷെങ്കിൽ CE മാർക്ക് 18 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് 78 മാർക്കാണ്. അപ്പോൾ 78 മാർക്ക് ഏത് റേഞ്ചിലാണ് വരിക എന്നുള്ളത് നോക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം 70 മുതൽ 79 മാർക്ക് വരെയാണ് ഈ ഒരു B+ എന്ന് പറയുന്നത്. ഈ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് 78 മാർക്കാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് B+ ഗ്രേഡാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് 80 മാർക്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ച മാർക്ക് 28 മാർക്കാണെന്ന് കരുതുക. 28 മാർക്കും അതുപോലെ തന്നെ CE മാർക്ക് ഒരു 18 മാർക്ക് ആണ് ലഭിച്ചതെന്ന് കരുതുക. അപ്പോൾ ഇത് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എത്രയാണോ എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും, അതായത് ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 28ഉം 18ഉം, അതായത് 38ഉം, അതായത് 46 മാർക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു 46 മാർക്കിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ഏത് റേഞ്ചിലാണ് ആ ഒരു 46 മാർക്ക് വരിക എന്നുള്ളത് നോക്കുക. അതായത് 40 മുതൽ 49 മാർക്ക് വരെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് C ഗ്രേഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ കാര്യം നോക്കാം. 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ 100 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് ലഭിക്കുക എന്നുള്ളത് നോക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് 40 മാർക്കും 10 മാർക്ക് CEയുമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് കരുതുക. അപ്പോൾ ഒരു വിദ്യാർത്ഥി 40-ൽ 40 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, 10 മാർക്ക് CE കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ 50 മാർക്കാണ്. ഈ ഒരു 50നെ നിങ്ങൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഈ ഒരു 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് 100 എന്ന് എഴുതുക. അതിനുശേഷം ഈ ഒരു 100നെ ആകെ സബ്ജക്റ്റിൻ്റെയും CE മാർക്കും ടോട്ടൽ നോക്കുമ്പോൾ
50 മാർക്ക്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് 100% മാർക്കാണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് A+ ഗ്രേഡാണ് ലഭിക്കുക. ഇനി അതേപോലെ ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് കരുതുക. അതായത് 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയും 10 മാർക്കിൻ്റെ CEയും ഇതിൽ നിന്നും ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്ക് മാത്രമേ 40-ൽ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് CE മാർക്കായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ടോട്ടലായിട്ട് ലഭിച്ചിട്ടുള്ളത് 30 മാർക്കാണ്. അപ്പോൾ 30നെ 100ലേക്ക് അതായത് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 30 ഗുണിക്കണം 100 ആകെ സബ്ജക്റ്റിൻ്റെ മാർക്ക് അതായത് 40ഉം 10ഉം ഈ ഒരു 10 മാർക്ക് CE 40 എഴുത്ത് പരീക്ഷ ടോട്ടൽ 50 മാർക്ക് അതായത് ടോട്ടൽ 50 മാർക്കാണ് വരിക. അപ്പോൾ ഈ ഒരു 50 മാർക്ക് അതായത് 30നെ 100 ഹരിക്കണം 50 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കും. അപ്പോൾ ആ ഒരു ഉത്തരം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ അതായത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു എത്ര മാർക്കാണ് അതായത് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. അപ്പോൾ 30നെ ഈ ഒരു 100/50 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം 60ആണ്. അപ്പോൾ 60ൽ നിന്നും 60 ഏത് ഗ്രേഡാണെന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം 60 മുതൽ 69 വരെ ബി ഗ്രേഡാണ്. അല്ലെങ്കിൽ മറ്റൊരു മാർക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ്, അതിൽ 10 മാർക്ക് CE ആണ്. ടോട്ടൽ 50 മാർക്കാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കായിട്ട് വരുന്നത് എന്ന് കരുതുക. അപ്പോൾ അത് കരുതുകയല്ല, അതാണ് അത്ര മാർക്കാണ് വരിക. അപ്പോൾ അതായത് ഈ ഒരു ജീവശാസ്ത്രം അതായത് ബയോളജി ആണെന്ന് കരുതുക. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷയിൽ 10 മാർക്കാണ് ലഭിച്ചത് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് CE മാർക്ക് 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 20 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 20ൽ നിങ്ങൾക്ക് എത്ര ശതമാനമാണ് ഈ ഒരു മാർക്ക് ഏത് ഗ്രേഡാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 40 കിട്ടും. അപ്പോൾ 40 ഏത് റേഞ്ചാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ 40 മുതൽ 49 വരെ ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് C ഗ്രേഡാണ് ലഭിക്കുക. ഇനി നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് അതായത് 40ഉം 10ഉം 50 മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് 12 മാർക്കാണ് ലഭിച്ചത് എന്ന് കരുതുക. ആ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് CE കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 10ൽ കുറവാണ് CE കിട്ടിയുള്ളത് എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഈ ഒരു 12ഉം 10ഉം 22 മാർക്കാണ് വരിക. അപ്പോൾ 22 മാർക്കിനെ 100ൽ കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അതായത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 44 കിട്ടും. അപ്പോൾ 44 വരുന്നത് ആ ഒരു C ഗ്രേഡിൻ്റെ ആ ഒരു റേഞ്ചിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ആണ് നിങ്ങൾക്ക് ലഭിച്ചത്, എത്ര മാർക്കാണ് ലഭിച്ചത്, ആ ഒരു മാർക്ക് ഏത് ഗ്രേഡിൻ്റെ റേഞ്ചിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം എളുപ്പത്തിലാകും. അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകും. കാരണം നിങ്ങൾ ആ ഒരു സമയത്ത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. അതേസമയം നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു സമയം പഠിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വൈകിയിട്ടില്ല, നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് 4 ദിവസമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.